ഹലോ, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും നല്ലൊരു പ്രഭാതം നേർന്നുകൊള്ളുന്നു. ഇന്ന് ഓശാന ഞായറാഴ്ച. ഇന്ന് ഓശാന ഞായർ. ഇന്നലെ 40-ാം ശനി, ഇന്ന് ഓശാന ഞായർ. അടുത്ത വെള്ളിയാഴ്ച ഗുഡ് ഫ്രൈഡേ, അതായത് ദുഃഖവെള്ളി. കേരളക്കാരെല്ലാവരും ദുഃഖവെള്ളി എന്ന് പറയും, അതായത് ഇംഗ്ലീഷുകാരൊക്കെ ഗുഡ് ഫ്രൈഡേ എന്ന് പറയും. പിന്നെ ഞായറാഴ്ച, പിന്നെ അതിൻ്റെ പിറ്റേ ഞായറാഴ്ച വരുന്നത് ഈസ്റ്റർ. ഇത് സംഭവം ഇതിനെപ്പറ്റി അറിയാത്തതായിട്ടുള്ള ആൾക്കാർ കാണും. ഈ ഓശാന ഞായർ എന്താണ്, ദുഃഖവെള്ളി എന്താണ്, ഈസ്റ്റർ എന്താണെന്നൊക്കെ എല്ലാവർക്കും അറിയാം. എന്നാലും അറിയാൻ വയ്യാത്തതായിട്ടുള്ള ഒരു 100 പേര് 2 പേരെങ്കിലും കാണും. അവർക്ക് അതായത് യേശു ക്രിസ്തു ജനിക്കുന്നതിന് മുമ്പ് 600 വർഷവും 600-700 ഒക്കെ വർഷങ്ങൾ മുമ്പേ പ്രവാചകന്മാർ മുഖാന്തരം, ദൈവത്തിൻ്റെ പ്രവാചകന്മാർ മുഖാന്തരം ഈ പഴയ നിയമ പുസ്തകത്തിൽ എഴുതി വച്ചിരിക്കുന്ന പ്രമാണമുണ്ട്. അതായത് പ്രമാണമല്ല, എഴുതി വച്ചിരിക്കുന്ന പ്രവചനമുണ്ട്. ഈ ദൈവം കൊടുത്ത പ്രവചനം, തൻ്റെ ദാസന്മാർക്ക്, അതായത് പ്രവാചകന്മാർക്ക് കൊടുത്ത പ്രവചനമുണ്ട്. അതായത് കന്യക ഗർഭം ധരിച്ച ഒരു മകനെ പ്രസവിക്കും, അവന് ഇമ്മാനുവേൽ എന്നർത്ഥമുള്ള യേശു എന്ന് പേരിടണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പല പ്രവാചകന്മാരും പ്രവചിച്ചിട്ടുണ്ട് ഓരോ പുസ്തകങ്ങളിൽ. അതായത് ബൈബിൾ 66 പുസ്തകത്തിലെ പഴയ നിയമ പുസ്തകത്തിൽ, പുതിയ നിയമ പുസ്തകമല്ല, പഴയ നിയമ പുസ്തകത്തിൽ എവിടെ ജനിക്കൂ എന്നുള്ളതും എങ്ങനെ മരിക്കൂ എന്നുള്ളതും എവിടെ ജീവിക്കൂ എന്നുള്ളതും എല്ലാം പ്രവചന പുസ്തകത്തിൽ എഴുതി വച്ചിട്ടുണ്ട്. അങ്ങനെ ഇരുന്ന് ആ പ്രവചനം നിവൃത്തിയാകേണ്ട സമയമായപ്പോൾ ദൂതൻ, അതായത് യേശുവിൻ്റെ അമ്മയായ മറിയയുടെ മുൻപിൽ പ്രത്യക്ഷപ്പെട്ടും വെച്ച് ദൂതൻ വന്നും വെച്ച് കൃപ നിറഞ്ഞവളെ നിനക്ക് വന്നാടാം എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞും വെച്ച് ഈ പ്രവചന നിവൃത്തീകരണത്തിന് വേണ്ടി ഈ മറിയം, ആ കന്യകയായിരുന്ന മറിയത്തിനോട് പറയുകയാണ്, നീ ഗർഭം ധരിച്ച് ഒരു ശിശുവിനെ പ്രസവിക്കുമെന്ന് പറഞ്ഞു. അത് ഞാൻ ഇത് ഓടിച്ചങ്ങ് പറയാം കേട്ടോ, അറിയാത്തവർക്ക് വേണ്ടിയിട്ട്. മകനെ പ്രസവിക്കുമെന്ന് പറഞ്ഞു, അവന് ഇമ്മാനുവേൽ എന്നർത്ഥമുള്ള യേശു എന്ന് പേരിടണമെന്ന് പറഞ്ഞു. അങ്ങനെ അപ്പം മറിയം ദൂതനോട് ചോദിക്കും, ഞാൻ പുരുഷനെ അറിയായികയാൽ എങ്ങനെ ഒരു മകനെ പ്രസവിക്കുമെന്ന്. അപ്പം പരിശുദ്ധാത്മാവിനാൽ നീ ഗർഭം ധരിച്ച് മകനെ പ്രസവിക്കുമെന്നൊക്കെ അങ്ങനെ ദൂതം പറഞ്ഞ്, എന്നിട്ട് അപ്പം ജോസഫുമായിട്ട് മറിയത്തിൻ്റെ വിവാഹം ഉറപ്പിച്ചു വെച്ചിരിക്കുകയായിരുന്നു. ജോസഫിനെയും കൊണ്ട് മറിയത്തിനെ വിവാഹം കഴിപ്പിക്കാൻ വീട്ടുകാർ തമ്മിൽ കല്യാണം ഉറപ്പിച്ചു വെച്ചിരിക്കുകയായിരുന്നു. അങ്ങനായി പിന്നെ ജോസഫിനോട് ദൈവത്തിൻ്റെ ദൂതം പ്രത്യക്ഷപ്പെട്ടു, നീ അവളെയും കൊണ്ട് ഇന്ന സ്ഥലത്തേക്ക് പോവുക എന്ന് പറഞ്ഞു വെച്ചാൽ ഞാനങ്ങ് ഓടിച്ചു പറയാം കേട്ടോ. അങ്ങനെ പോയി ഈ പ്രവാചകന്മാർ പറഞ്ഞതുപോലെ തന്നെ ബേദലഹേമിൽ എന്ന സ്ഥലത്ത് ബേദലഹേമിൽ പോയി, ബേദലഹേമിൽ ഒരു പശുത്തൊഴുത്തിൽ യേശുക്രിസ്തുവിന് ജനനം കൊടുത്തു. അങ്ങനെ യേശുക്രിസ്തു ജനിച്ച് 33 തിരുവഴുത്തും പ്രകാരം ഈ ഭൂമിയിൽ ജീവിച്ച് പിന്നെ റോമൻ പടയാളികളാൽ പിടിക്കപ്പെടുകയും യൂത ഉറ്റുകൊളുത്തും വെച്ച് റോമൻ പടയാളികളാൽ പിടിക്കപ്പെടുകയും ഒക്കെ ചെയ്ത്, അതിനു മുമ്പെയാണ് ഈ പെസക എന്ന് പറയുന്ന പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ ദിവസവും ഓശാന ഞായർ, ഇന്നത്തെ ഓശാന എന്ന് പറയുന്ന പോലെ. അതായത് ഈ പ്രവാചകന്മാർ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നതിന് മൃഗത്തിൻ്റെ പുറത്ത് വാഹനമേറി വരുന്നവൻ ഓശാന പാടുന്ന ദിവസം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രവാചകന്മാർ എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനെ ആരും ഇതുവരെ കയറിയിട്ടില്ലാത്തൊരു കഴുതയെ കാണും. ആ കഴുതയുടെ പുറത്ത് യേശുക്രിസ്തുവിനെ കയറ്റിയിരുത്തി വെച്ച്, അപ്പോൾ റോഡിൻ്റെ സൈഡിൽ നിന്നവരെല്ലാവരും ഓശാന, ദാവീദ് പുത്രൻ ഓശാന എന്നൊക്കെ പൂവാരി എറിയുകയും അങ്ങനെയൊക്കെ അവർ ഉടുപ്പൊക്കെ, ഈ ഷാളൊക്കെ, പണ്ടത്തെ ആൾക്കാർക്ക് ഷാളൊക്കെ, ഇങ്ങനെ ആണുങ്ങളും പെണ്ണുങ്ങളൊക്കെ ഷാളൊക്കെ ധരിച്ച് പുതച്ചൊക്കെ ആ ഷാളൊക്കെ റോഡിലൊക്കെ വിരിച്ചിടുകയൊക്കെ ചെയ്ത്, അങ്ങനെയൊക്കെ ദാവീദ് പുത്രൻ ഓശാന എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഒരു ദിവസമാണ് ഓശാന എന്ന് പറയുന്നത്, ഇന്ന് ആചരിക്കുന്ന ഓശാന ഞായർ. ഇനിയും വരുന്നത് ദുഃഖവെള്ളി. ആ ദുഃഖവെള്ളിയാഴ്ച യേശുക്രിസ്തുവിനെ പടയാളികൾ പിടിച്ച് 2 കള്ളന്മാരുടെ നടുവിൽ, കുറ്റമില്ലാത്തവനെ കുറ്റമുള്ളവരുടെ കൂട്ടത്തിൽ, കള്ളന്മാരുടെ കൂട്ടത്തിൽ നടുവിലായി നിർത്തി യേശുക്രിസ്തുവിനെ ക്രൂശിക്കുന്നതാണ്. ക്രൂശിച്ച് അത് കഴിഞ്ഞ് വെച്ച് ജീവൻ പോയി എന്ന് കരുതി കഴിയുമ്പോഴത്തേക്കിന് യേശുക്രിസ്തുവിനെ റോമൻ മുദ്രയോടുകൂടി കല്ലറയിൽ വെച്ച് അടക്കും.
അതിൻ്റെ കല്ലറയുടെ ഫ്രണ്ടിൽ വലിയ പാറയും വെച്ച് വലിയ റോമൻ മുദ്രയൊക്കെ വെച്ച് സീലും ഒക്കെ വെച്ച് യേശുവിനെ അടക്കും. ഇതെല്ലാം പ്രവചന പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുന്ന കാര്യങ്ങൾ കേട്ടോ. അതിനെല്ലാം നിവൃത്തിയാക്കുവാനായിട്ടാണ് യേശു ക്രിസ്തു വന്ന് കാര്യങ്ങളെല്ലാം നിവൃത്തിയായി. അത് കഴിഞ്ഞ് വെച്ച് ഈ റോമൻ മുദ്രയെ പൊട്ടിച്ച് യേശു ക്രിസ്തു വെള്ളിയാഴ്ച ക്രൂശിക്കും, പിന്നെ അടക്കും. ഞായറാഴ്ച രാവിലെ യേശു ക്രിസ്തു ദ്രവത്വമില്ലാത്തവനായിട്ട് പാതാള ഗോപുരത്തിനെ എല്ലാം ജയിച്ചുകൊണ്ട് യേശു ക്രിസ്തു ഉയർത്തെഴുന്നേൽക്കും. അതാണ് ഈസ്റ്ററും ദുഃഖവെള്ളിയും ഈസ്റ്ററും പെസഹായും കാര്യങ്ങളൊക്കെ. എനിക്കറിയാതെ ചില കാര്യങ്ങൾ കേട്ടോ. ഇങ്ങനൊന്നും അല്ല, വേറെ രീതിയിലൊക്കെ ആയിരിക്കും. ഒത്തിരി കാര്യങ്ങളുണ്ട് പറയാൻ. എന്നാലും എനിക്കത് അറിയാൻ വയ്യാത്തവർക്ക് വേണ്ടിയിട്ട് ആ ഒരു കാര്യം പറഞ്ഞതേ ഉള്ളൂ. എന്തെങ്കിലും തെറ്റുകളും കുറ്റങ്ങളും ഉണ്ടെങ്കിൽ ക്ഷമിക്കുക, സപ്പോർട്ട് ചെയ്യുക. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.